ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ജസിയാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വിങ്കാറോസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് മുന്നേ നിങ്ങളുമായിട്ട് എനിക്കൊരു സന്തോഷം പങ്കുവെക്കാണ്ട്. നമ്മുടെ ചാനലിന് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ എല്ലാം വിലയേറിയ സപ്പോർട്ട് ഉണ്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം നമുക്ക് ആവശ്യമാണ്. ഒരു മടിയും കൂടാതെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇവിടെ നിന്ന് അങ്ങോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഒന്ന് കൂടണേ കേട്ടോ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം നൽകണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വിങ്കാറോസ്, ഉഷിമലരി, നിത്യകല്യാണി, ശവന്നാറി എന്നിങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. നാടൻ ഇനങ്ങളായിട്ടും ഹൈബ്രിഡ് ഇനങ്ങളായിട്ടും ഇതുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് ഹാങ്ങിങ് ടൈപ്പിലും ഇത് വരുന്നുണ്ട് കേട്ടോ. പല പല വ്യത്യസ്ത കളറുകളിലും ഡബിൾ ഷെയ്ഡിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ വിങ്കാറോസ് നഴ്സറിയിലൊക്കെ നമുക്ക് ലഭിക്കും. അതുപോലെ സീഡ്സുകൾ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി വരുന്ന ഫ്ലവറിങ് സീസണെ നമുക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ചെടിയാണ് കേട്ടോ വിങ്കാറോസ്. കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് 30 രൂപ തൊട്ടൊക്കെ നമുക്ക് നഴ്സറിയിൽ ഇതിൻ്റെ തൈകൾ വന്നു തുടങ്ങി. ഇതിൻ്റെ നാടൻ ഇനങ്ങൾക്ക് വലിയ കെയറൊന്നും നമ്മൾ കൊടുക്കണ്ട, പക്ഷേ ഹൈബ്രിഡ് ഇനങ്ങൾക്ക് അല്പം കെയറൊക്കെ കൊടുക്കണം. അപ്പോൾ ഹൈബ്രിഡ് ഇനങ്ങൾ എങ്ങനെയൊക്കെയാണ് പരിപാലിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ മണ്ണിനെ കുറിച്ച് പറയാം കേട്ടോ. നല്ല നീർവാർച്ചയുള്ള മണ്ണിലായിരിക്കും നമ്മളിത് നട്ട് കൊടുക്കേണ്ടത്. 2:1:1 എന്ന അനുപാതത്തിൽ നമ്മൾ മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ മിക്സ് ചെയ്തിട്ട് വേണം നടാൻ. അതുപോലെ പോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള പോട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. വലിയ പോട്ടിൽ നമ്മൾ അത് ചെറിയ തൈയൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓവർ വാട്ടറിങ് ആയിട്ട് പെട്ടെന്ന് ചീത്തയായി പോകും ചെടി. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഒരു 6 ഇഞ്ച് പോട്ടിൻ്റെ ചട്ടിയിലുള്ള ചെടിയാണ് നമ്മൾ മാറ്റി വെക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് മേലുള്ള 8 ഇഞ്ചിലേക്ക് മാറ്റുക. അങ്ങനെ 4 ഇഞ്ചാണെങ്കിൽ അതിനെ 6 ഇഞ്ചിലേക്ക് മാറ്റുക. അതുപോലെയുള്ള ചട്ടികൾ വേണം കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യാൻ. പിന്നെ ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ പോട്ട് മാറ്റി കൊടുത്താൽ മതി. ഒരു 2-3 വർഷമൊക്കെ ഒരു ചെടി നമ്മൾ നല്ലപോലെ പരിപാലിച്ചാൽ തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ. അപ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് പെട്ടെന്ന് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നാടൻ ഇനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മണ്ണിൽ വെച്ചാലും വളരും കേട്ടോ. ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ച് കൊടുത്താലും അതിന് കുഴപ്പങ്ങളൊന്നും വരാറില്ല. പക്ഷേ ഹൈബ്രിഡ് ഇനങ്ങളാകുമ്പോൾ നമ്മളെപ്പോഴും പോട്ടിൽ വെക്കുന്നതാണ് നല്ലത്. എന്നാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനൊക്കെ നല്ലതായിരിക്കും അത്. അപ്പോൾ ഒരു സെമി ഷെയ്ഡിൽ വേണം നമുക്ക് പോട്ട് വെക്കാൻ. ആദ്യം നമ്മൾ കുഴിച്ച് വെച്ച ഉടനെ തന്നെ നമ്മൾ ഒരു തണലത്ത് വെച്ച് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളതിനെ ഒരു സെമി ഷെയ്ഡിലേക്ക് മാറ്റുക. നല്ല നേരിട്ടുള്ള സൂര്യപ്രകാശം, അതായത് നല്ല ചൂടുള്ള വെയിലൊന്നും തട്ടുന്ന സ്ഥലത്ത് നമ്മളതിനെ വെക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇല വാടിപ്പോവാനും പൊള്ളിപ്പോവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ പെട്ടെന്ന് ഫംഗസ് ബാധ വരുന്നൊരു ചെടിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ചെടിയുടെ അടിഭാഗം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ല വൃത്തിയാക്കി സൂക്ഷിക്കണം. ചാടിപ്പോയ ഇലകളും പൂക്കളും എല്ലാം ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ സാഫ് 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ഗ്രാം വെച്ചിട്ട് കലക്കിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം, അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് നമ്മൾ എന്തായാലും 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്നായിരിക്കും ചെടി നശിച്ചു പോകുന്നത് നമ്മൾ കാണാം. അതുപോലെ കീടങ്ങളുടെ ആക്രമണങ്ങൾ നമ്മളിതിൽ കാണാറുണ്ട്. മേലി ബഗ്സ് ഒക്കെ വരാറുണ്ട്. നീരൂറ്റി കുടിക്കുന്ന ഓരോ പ്രാണികളൊക്കെ വരും. അപ്പോൾ അതിന് നമ്മൾ നീം ഓയിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. 2 ആഴ്ച കൂടുമ്പോൾ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ രോഗം വന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും, എങ്കിലേ അത് കുറയുള്ളൂ. അപ്പോൾ അത് വരാതെ നമ്മൾ ആദ്യം നോക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും നീം ഓയിൽ നമ്മൾ സ്പ്രേ ചെയ്യാൻ നോക്കണം. രോഗമില്ലെങ്കിലും നമ്മൾ വെറുതെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിഭാഗത്തും മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിന് വളമായിട്ട് നമുക്ക് NPK 19-19-19 അല്ലെങ്കിൽ NPK 18-18-18 ഇവയൊക്കെ കൊടുക്കാം. ഒക്കെ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ അനുഭവത്തിൽ ജൈവവളങ്ങൾ നമ്മൾ അധികം ഉപയോഗിക്കാതിരിക്കുക കേട്ടോ നല്ലത്. അത് പെട്ടെന്ന് ഫംഗസ് ബാധ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മഴക്കാലത്ത് നമ്മൾ മഴ കൊള്ളാതെ മാറ്റി വെക്കണം കേട്ടോ. നേരിട്ട് മഴ കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നൊരു ചെടിയാണിത്. പിന്നെ ബുഷിയായിട്ട് മിക്കവാറും ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ബുഷിയായിട്ട് തന്നെയാണ് വളരുക. പക്ഷേ അങ്ങനെ ഇല്ലാതെ ഏതെങ്കിലും തണ്ടുകളൊക്കെ നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ അഗ്രഭാഗം ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ബുഷിയായിട്ട് വന്നോളൂ കേട്ടോ. 2-3 വർഷമൊക്കെ ഇതിന് ആയുസുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മളിത് കട്ടിങ്സ് പ്രൊപ്പഗേഷൻ ചെയ്ത് വെക്കാം. അതുപോലെ വിത്ത് നിന്നിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. വിത്തിൽ നിന്നാകുമ്പോൾ നമുക്ക് സെയിം കളർ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ പ്രൊപ്പഗേഷൻ നമ്മൾ മണലിൽ വെച്ചാൽ മതി. ഇളയ കട്ടിങ്സ് വെച്ചിട്ട് മണലിൽ വെച്ചാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും. അതാകുമ്പോൾ നമുക്ക് സെയിം കളർ തന്നെ കിട്ടും.
വിങ്ക, ബാൾസം, അതുപോലെ പെറ്റൂണിയ പോലുള്ള ചെടികളൊക്കെ നമ്മൾ ആദ്യ കാലങ്ങളിൽ വെച്ച് പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിയായിക്കോണമെന്നില്ല, പെട്ടെന്ന് നശിച്ചു പോവുകയൊക്കെ ചെയ്യും. പക്ഷേ വീണ്ടും വീണ്ടും നമ്മളത് മടുപ്പ് കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്കത് സക്സസ് ആയി കിട്ടും. അങ്ങനെ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്നത് പോവില്ല. നമുക്കത് എപ്പോഴും അതിൻ്റെ പരിപാലനവും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരുടെയും ഗാർഡനിൽ ഇഷ്ടംപോലെ പൂക്കൾ വിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.